നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. പുതുവർഷം എന്ന് പറയുമ്പോൾ 1199 ആണ്ട് തീർന്ന് 1200 ആണ്ട് ആരംഭിക്കുകയാണ്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ജ്യോതിഷ മാസം എന്ന് പറയുന്നത് മേടമാസം തൊട്ട് ആരംഭിക്കുകയാണ്. അല്ലാത്ത നമ്മൾ പുതുവർഷം ആരംഭിക്കുന്ന ജനുവരി മാസം തൊട്ടാണ്. പക്ഷേ മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ്. 1200 ആണ്ട് ചിങ്ങമാസം തൊട്ട് കർക്കടക മാസം വരെ വരുന്ന ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നോക്കുകയാണ്. അപ്പോൾ ചില രാശിക്കാർക്ക് അവർ പോകുന്ന വഴി വളരെ സ്മൂത്തായിരിക്കും. അവർക്ക് ഈ വർഷം വളരെ നേട്ടഫലത്തെ കൊടുക്കും. ചില രാശിക്കാർക്കാവിട്ട് കുറച്ച് കഷ്ടത കൊടുക്കും. ഇപ്പോൾ എല്ലാവരും ഒരു വഴിയല്ല സഞ്ചരിക്കണേ, വ്യത്യസ്ത വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോണേ. അപ്പോൾ ഓരോ വർഷവും നമ്മളെ ജീവിതത്തിലെ നമ്മൾ 120 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ടെങ്കിൽ ഓരോ കിലോമീറ്ററായിട്ട് കാണുക. അപ്പോൾ ഇവിടെ മിഥുന രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ മിഥുന രാശിയിൽ പെടുന്ന നക്ഷത്രം മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി. ആദ്യ പകുതി ഇടവക്കൂറിലേക്ക് പോയി, രണ്ടാമത്തെ പകുതി തിരുവാതിര നക്ഷത്രം, പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഈ 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് ശരിക്ക് മിഥുനക്കൂറ്. മിഥുന രാശിക്കാർക്ക് ഈ പുതുവർഷവും അത്ര കണ്ട് ശോഭനമല്ല. നമുക്ക് പ്രധാനമായിട്ട് ജ്യോതിഷശാസ്ത്രം തന്നെ നിലനിൽക്കുമ്പോൾ, ജ്യോതിഷത്തെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതിക്കാണ്. കണ്ടകശനി, ഏഴരശനി, ശനിദശ, ദിശകൾ പലതും വരാം. എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ രാശിക്കാർക്ക് വ്യാഴം കൂടുതൽ ഈ വർഷത്തിൻ്റെ 8 മാസക്കാലവും 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും. 12ൽ വ്യാഴം നിൽക്കും. അപ്പോൾ വ്യാഴം 12 നിൽക്കുന്ന വർഷമായതുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള കഷ്ടതകൾ വന്നു ചേരും. ഇപ്പോൾ 12 മാസം ഉള്ളതിൽ 9 മാസവും നിങ്ങൾക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് ഈ രാശിക്കാർക്ക് പുതുവർഷം അത്ര ശോഭനമല്ല എന്ന് പറയാൻ കാരണം. പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലാണ്. വ്യാഴം സമ്പത്തിനെ, അല്ലെങ്കിൽ നമ്മളെ ഐശ്വര്യത്തെ, നമ്മളെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം പോയി 12 നിന്നാലോ, 12 എന്ന് പറഞ്ഞാൽ വ്യയസ്ഥാനം, എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ സാമ്പത്തിക ബ്ലോക്ക് വരും, കാര്യവിഘ്നം ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും, ശത്രുക്കളുടെ എണ്ണം കൂടും. ഇങ്ങനെ നമ്മളെ പലതരത്തിൽ വേദനിപ്പിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കെന്നറിയുക. പ്രധാനമായിട്ട് മിഥുന രാശിക്കാർ പൈസ മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാതിരിക്കുക. പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തു ചെയ്യും? ആ പൈസ ബ്ലോക്കായി പോവും. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകുന്നതിനെ റൺ ചെയ്ത് പോകുന്നതല്ലാതെ പുതിയ സംരംഭങ്ങളിൽ കൈവയ്ക്കാതിരിക്കുക. ഒരു ജോലി ചെയ്ത് പോവുകയാണെങ്കിൽ ആ ജോലി കണ്ടിന്യൂ ചെയ്യുക. പിന്നെ മറ്റൊന്ന്, നമുക്കൊരു ജോലി മാറണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മറ്റൊരു ജോലി ഉറപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ ജോലി കിട്ടിയതിന് ശേഷമേ ഈ ജോലി വിടാവൂ.
ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിങ്ങൾ ഈ സമയത്ത് നിൽക്കരുത്. അത് ദോഷപ്രദമായി തീരും. ശനി അതുപോലെയുള്ള ഗ്രഹങ്ങളുടെ സമ്മർദ്ദമൊന്നും ഇല്ല എങ്കിൽ പോലും വ്യാഴം സപ്പോർട്ടീവ് അല്ലാതെ നിൽക്കുന്ന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രാശിയാണ് ശരിക്ക് മിഥുനൻ രാശി. അപ്പോൾ ഈ രാശിക്കാർ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ, ശാരീരികമായ കാര്യങ്ങൾ, അതുപോലെ വണ്ടി യാത്രകളൊക്കെ ചെയ്യുന്നിടത്ത് ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ഒക്കെ സൂക്ഷ്മതയോടുകൂടി തന്നെ പോകണം. കുടുംബത്തിനകത്തും പലതരത്തിലുള്ള ഐക്യക്കുറവുണ്ടാകാനിട വരും, ജോലി സ്ഥലത്തായാലും. അപ്പോൾ അതൊക്കെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. അപ്പോൾ മിഥുന രാശിക്കാർ ശ്രദ്ധിച്ച് പോകണം. ഈ ഒരു വർഷം നിങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ അത്ര നല്ലതല്ല. അവസാന സമയമൊക്കെ അനുകൂലപ്രദമായി തീരുമെങ്കിലും 9 മാസത്തോളം കാലയളവും നിങ്ങൾക്ക് ഉചിതമല്ല. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ഓരോ വിപത്തിൽ പോവാതിരിക്കാൻ വേണ്ടി അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഇതേപോലെ ഓരോ വീഡിയോ ചെയ്തിടും, അത് നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാൻ സഹായിക്കും. അപ്പോൾ എല്ലാ മിഥുന രാശിക്കാർക്കും കഷ്ടത ഒന്നും വരാതെ സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.